يا أيها الذين آمنوا إذا نودي للصلاة من يوم الجمعة فاسعوا إلى ذكر الله وذروا البيع ذلكم خير لكم إن كنتم تعلمون. وخص منها بابا للصائمين وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله فاللهم صل وسلم وبارك عليه وعلى آله وصحبه أجمعين. أما بعد فأوصيكم عباد الله وإياي بتقوى الله. أعوذ بالله من الشيطان الرجيم. هذا ذكر وإن للمتقين لحسن مآب. جنات عدن مفتحة لهم الأبواب. സ്നേഹമുള്ള സത്യവിശ്വാസികളെ, സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകളും നിയമ നിർദ്ദേശങ്ങളും ജീവിതത്തിലുടനീളം കാത്തു സൂക്ഷിച്ചുകൊണ്ട് തഖ്വയുള്ളവരായി ജീവിക്കുവാൻ പരമാവധി പരിശ്രമിക്കണേ എന്ന് എന്നെയും നിങ്ങളെ ഓരോരുത്തരെയും ഗൗരവപൂർവം ഉണർത്തുകയാണ്, ഉപദേശിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മേവരെയും ഈ പുണ്യമാസത്തിൽ പ്രത്യേകം ആദരിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകട്ടെ. സഹോദരങ്ങളെ, അല്ലാഹുവിൻ്റെ മഹത്തായ സൗഭാഗ്യമൊന്നുകൊണ്ട് മാത്രം നാം വിശുദ്ധ റമദാനിൽ വീണ്ടും പ്രവേശിച്ച് അതിൻ്റെ പുണ്യപൂർണമായ രാപ്പകലുകളിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ജീവിതത്തിൽ അനുഭവിക്കുന്ന അമൂല്യമായ ഈ അവസരങ്ങളെ അല്ലാഹുവിന് ഇഷ്ടമുള്ള പ്രവർത്തനങ്ങളിലൂടെ ധാരാളം ആ മാർഗങ്ങളിലൂടെ നമ്മുടെ സമയത്തെ ചെലവഴിച്ച് സ്വർഗാവകാശികളായി മാറുക എന്നുള്ളതാണ് നമ്മുടെ ഈ വ്രതത്തിലൂടെ ഈ മാസത്തിൽ നമ്മൾ ലക്ഷ്യം വെക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ഹാദാ ദിക്ർ. വിശുദ്ധ ഖുർആനിനെ പറ്റി പറഞ്ഞു, ഇതൊരു മുന്നറിയിപ്പും താക്കീതും ഉത്ബോധനവുമൊക്കെയാണ്. വ ഇന്ന ലിൽ മുത്തഖീന ലഹുസ്ന മആബ്. തീർച്ചയായും ദോഷബാധകളെ സൂക്ഷിക്കുന്ന, തഖ്വയെ കാത്തു സൂക്ഷിക്കുന്ന ആളുകൾക്കുണ്ട് ലഹുസ്ന മആബ്, ഏറ്റവും നല്ല മടക്കസ്ഥാനമുണ്ട്. അതായത് ജന്നാത്തി അദിനിൻ, ശാശ്വതത്വത്തിൻ്റെ സ്വർഗങ്ങളാണ് അവരെ കാത്തിരിക്കുന്നത്. മുഫത്തഹത്തൻ ലഹുമുൽ അബ്വാബ്, അതിൻ്റെ കവാടങ്ങളൊക്കെ അവർക്ക് മുമ്പിൽ മലർക്കെ തുറന്നു വെക്കപ്പെട്ട നിലയിൽ. സൂറത്തു സ്വാദിലെ 49-50 സൂക്തങ്ങളാണ് നമ്മൾ ഈ കേട്ടത്. മഹാനായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് അറിയിച്ചു തന്നു, ഇദാ ജാഅ റമദാനു ഫുതിഹത് അബ്വാബുൽ ജന്ന. റമദാൻ സമാഗതമായി കഴിഞ്ഞാൽ സ്വർഗ കവാടങ്ങൾ മലർക്കെ തുറക്കപ്പെടുകയായി എന്ന്. സ്വർഗത്തിലേക്ക് മനുഷ്യന് പ്രവേശിക്കുവാനുള്ള സർവവിധത്തിലുള്ള കർമ്മങ്ങൾക്കും ആവേശവും ഉത്സാഹവും പകരുന്ന അമൂല്യമായ അവസരങ്ങളാണ് അവൻ്റെ മുമ്പിൽ റമദാനിലൂടെ അവന് വീണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഉപയോഗപ്പെടുത്തിയവർ വിജയിച്ചു. അതല്ല മറ്റു മാസങ്ങളെപ്പോലെ അതിലും ആദ്യ ദിനങ്ങളിലൊക്കെ ചില ശുഷ്കാന്തിയും താല്പര്യവും ആവേശവും ഒക്കെ വെച്ചു പുലർത്തുകയും നാളുകൾ പിന്നിടും തോറും അതിനോടുള്ള താല്പര്യം കുറയുകയും ചെയ്തവർ ഹതഭാഗ്യരാണ്, ദൗർഭാഗ്യവാന്മാരാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് തന്നെ ഈ ദിനങ്ങളിൽ സ്വർഗകവാടങ്ങളിലേക്ക് എത്തിച്ചേരുവാനുള്ള പ്രവർത്തനങ്ങളിലാണ് മനുഷ്യൻ ആവേശപൂർവം മുന്നേറേണ്ടത്. പാപമോചനത്തിലേക്ക് നിങ്ങൾ മുന്നേറുവീൻ, സ്വർഗത്തിലേക്ക് നിങ്ങൾ മുന്നേറുവീൻ. വിശുദ്ധ ഖുർആൻ അങ്ങനെ രണ്ട് സ്ഥലത്ത് നമ്മളോട് മത്സരിക്കുവാനും മുന്നേറുവാനും ആഹ്വാനം ചെയ്തിട്ടുണ്ട്.
എല്ലാ മാസങ്ങളിലും അതുണ്ടെങ്കിലും ഈ മാസത്തിൽ നമ്മുടെ ഏറ്റവും വലിയ ബാധ്യതയും നമ്മുടെ കടമയും നമ്മുടെ താല്പര്യവും ഉത്സാഹവുമൊക്കെ അതിലാണ് കേന്ദ്രീകരിക്കേണ്ടത്. സ്വർഗത്തിൻ്റെ 8 കവാടങ്ങളാണെന്നാണ് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത്. 8 കവാടങ്ങൾ സ്വർഗത്തിനുണ്ട് എന്ന്. മനുഷ്യർ ചെയ്യുന്ന ഏതേത് പ്രവർത്തനങ്ങളിൽ ഏതാണോ മുന്തി നിൽക്കുന്നതെങ്കിൽ എല്ലാ കവാടങ്ങളിലൂടെയും വിളിക്കപ്പെടുന്ന മഹാഭാഗ്യവാന്മാരുണ്ട്. എന്നാൽ മനുഷ്യർക്ക് അങ്ങനെ എല്ലാവർക്കും കഴിയില്ലല്ലോ. അവർ ചെയ്യുന്ന ഇബാദത്തുകളിൽ ഏതേത് ഇബാദത്തുകളിലാണ് അവർക്ക് മുൻതൂക്കം ലഭിച്ചതെങ്കിൽ ആ വാതിലിലൂടെയായിരിക്കും അവർക്ക് പ്രവേശനമുണ്ടാവുക എന്ന് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ തിരുവചനങ്ങൾ ചേർത്ത് വെച്ചുകൊണ്ട് മനസ്സിലാക്കുവാൻ നമുക്ക് സാധിക്കും. 8 കവാടങ്ങളെ ഹദീസുകളിൽ വന്നതിൻ്റെ അടിസ്ഥാനത്തിലും സന്ദർഭങ്ങളിൽ നിന്നവർ ഉരുത്തിരിച്ചെടുത്തതിൻ്റെ അടിസ്ഥാനത്തിലുമൊക്കെ അതിന് പണ്ഡിതന്മാർ ഹദീസുകളുടെ വെളിച്ചത്തിൽ തന്നെ ചില പേരുകൾ പറഞ്ഞിട്ടുണ്ട്. നമസ്കാരത്തിൻ്റെ കാര്യത്തിൽ കണിശത പുലർത്തി അതിൽ മുന്നേറിയവർ ബാബുസ്സലാഹ്, നമസ്കാരം എന്ന കവാടത്തിലൂടെ വിളിക്കപ്പെടും സ്വർഗത്തിലേക്ക്. അതേപോലെ തന്നെ നോമ്പുകാരെ സംബന്ധിച്ചിടത്തോളം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ഇന്ന ഫിൽ ജന്നതി ബാബൻ യുഖാലു ലഹു റയ്യാൻ, റയ്യാൻ എന്ന പേരിലുള്ള കവാടമാണ് സ്വർഗത്തിലുള്ള മറ്റൊരു കവാടം. യദ്ഖുലു മിൻഹു സിയാം, നോമ്പുകാരാണ് അതിലൂടെ അന്ത്യനാളിൽ പ്രവേശിപ്പിക്കപ്പെടുന്നത്. അവരല്ലാത്തവർക്കാർക്കും അതിലൂടെ പ്രവേശനമില്ല. വിളിയാളമുണ്ടാകും മൈന സായിമൂൻ, നോമ്പിൽ കണിശത പുലർത്തിയവരെവിടെ? അതിൻ്റെ ആദാബുകളും മര്യാദകളും കാത്തു സൂക്ഷിച്ചവരെവിടെ? അതിൻ്റെതായ നിയമങ്ങൾക്കനുസരിച്ചുകൊണ്ട് അതിൻ്റെ എല്ലാ മര്യാദകളോടെയും അതിൻ്റെ പരിപൂർണമായ പ്രതിഫലത്തിന് യോഗ്യരായവരെവിടെ? ആ വിളിയാളം കേൾക്കുമ്പോൾ കേവലം പട്ടിണി കിടന്ന നോമ്പുകാരല്ല, കേവലം അന്നപാനങ്ങളുടെ സമയം അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിക്കൊണ്ട് വ്രതമനുഷ്ഠിച്ചവരല്ല, മറിച്ച് നോമ്പിന്റെ പ്രത്യേകമായ കാതൽ മനസ്സിലാക്കി അതിൻ്റെതായ കൃത്യമായ ജീവനും ആത്മാവും റൂഹും കാത്തു സൂക്ഷിച്ചുകൊണ്ട് കടുകിട വ്യതിചലിക്കാതെ മുന്നോട്ട് പോകിയ ആളുകൾ എഴുന്നേറ്റ് നിൽക്കും. ലാ യദ്ഖുലു മിൻഹു അഹദുൻ ഗൈറുഹും, അവർക്കല്ലാതെ അതിലൂടെ പ്രവേശനമേ ഇല്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അതേപോലെ തന്നെ ജിഹാദിൽ ഹജ്ജിന്റെയും ഒക്കെ കാര്യത്തിൽ മുൻതൂക്കം വന്നവർ ബാബുൽ ജിഹാദിലൂടെ വിളിക്കപ്പെടും എന്ന് നമുക്ക് ഹദീസുകളിൽ കാണാൻ സാധിക്കും. അതുപോലെ തന്നെ സദഖയിൽ മുന്നേറിയവർ ബാബു സദഖയിലൂടെ പ്രവേശിപ്പിക്കപ്പെടും. മാതാപിതാക്കളുടെ കാര്യത്തിൽ വളരെ ശ്രദ്ധ പുലർത്തിയവർ ബാബു ബിർറിൽ വാലിദൈൻ, ബാബുൽ വാലിദൈൻ, ആ ബാബിലൂടെ പ്രവേശിപ്പിക്കപ്പെടും. അതുപോലെ തന്നെ തൗബയിൽ മുന്നേറിയവർ ബാബു അത്തായിബീൻ, തൗബക്കുള്ള തൗബക്കാരുടെ വാതിൽ എന്നറിയപ്പെടുന്ന വാതിലിലൂടെ പ്രവേശിപ്പിക്കപ്പെടും. അതേപോലെ തന്നെ ഏറ്റവും കൂടുതൽ റബ്ബിനോട് തവക്കുൽ ചെയ്ത് വളരെ സൂക്ഷ്മമായി അള്ളാഹുവിൽ മാത്രം ഭരമേൽപ്പിച്ച് ജീവിച്ചിട്ടുള്ള ആളുകൾ, വിചാരണ കൂടാതെ സ്വർഗത്തിലെത്തുന്നവർ ബാബുൽ ഐമനിലൂടെ പ്രവേശിപ്പിക്കപ്പെടും. ദിക്റുകളിൽ മുന്നേറ്റം ലഭിച്ചിട്ടുള്ള ആളുകൾ ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ എന്ന ബാബു ദിക്റിലൂടെ പ്രവേശിപ്പിക്കപ്പെടും. ഇങ്ങനെ 8ഓളം വാതിലുകളെ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ വിവിധങ്ങളായ ഹദീസുകളുടെ അടിസ്ഥാനത്തിൽ പണ്ഡിതന്മാർ വേർതിരിച്ച് നമുക്ക് മനസ്സിലാക്കി തന്നിട്ടുണ്ട്. നാം മനസ്സിലാക്കുക, ഇതിലൂടെയൊക്കെ പ്രവേശനം ലഭിക്കുന്ന ആളുകളുണ്ടോ എന്ന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ചോദ്യത്തിന് അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞു, ഉണ്ട്. എല്ലാ വാതിലിലൂടെയും പ്രവേശിപ്പിക്കപ്പെടുന്നവരും ഉണ്ട്. അർജു അൻ തകൂന മിൻഹും, അവരിൽ അബൂബക്കറെ നീ അതിൽ ഉൾപ്പെടണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് എന്ന് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ മുമ്പിൽ മുഖത്ത് നോക്കി അള്ളാന്റെ റസൂല് സുവിശേഷം പറഞ്ഞു കൊടുത്തു എന്ന്, സന്തോഷ വാർത്ത അറിയിച്ചു എന്ന് ഹദീസുകളിൽ നമുക്ക് കാണുവാൻ സാധിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരിക്കൽ ഖൈസർ റളിയല്ലാഹു അൻഹുവിനോട് ചോദിക്കുകയാണ്, അലാ അദുല്ലുക, ഞാൻ നിനക്ക് അറിയിച്ചു തരട്ടെയോ, അലാ ബാബിൻ മിൻ അബ്വാബിൽ ജന്ന, സ്വർഗ്ഗ കവാടങ്ങളിൽ ഒരു കവാടത്തെ ഞാൻ അറിയിച്ചു തരട്ടെയോ? ബലാ യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലെ അറിയിച്ചു തന്നാലും നബി തങ്ങൾ പറഞ്ഞു കൊടുത്തു, അത് ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. അതിനെയാണ് പണ്ഡിതന്മാർ ബാബു ദിക്ർ എന്ന് പേരിട്ടത്. 8 കവാടങ്ങളിലൂടെയും പ്രവേശിപ്പിക്കപ്പെടാൻ സാധ്യതയുള്ളവരുടെ കൂട്ടത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു തന്നു. ആരെങ്കിലും വുളൂ സമ്പൂർണമായി നിർവഹിച്ചു, എന്നിട്ട് ആ വുളൂഇന്റെ എല്ലാ നിയമങ്ങളും പാലിച്ചുകൊണ്ട് ഒരാൾ വുളൂ എടുത്തു, അതിന്റെ ശേഷം അവന്റെ തൗഹീദിന്റെ പ്രഖ്യാപനം,
അത് മനസ്സറിഞ്ഞ് ആത്മാർത്ഥമായി നിർവഹിച്ചുവെങ്കിൽ, അഥവാ വുളൂഇന്റെ ശേഷം അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് വഹ്ദഹു ലാ ശരീക ലഹ് വഅശ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു എന്നെങ്കിലും പറഞ്ഞാൽ അവന് പ്രവേശനം ലഭിക്കപ്പെടുന്നത് ഇല്ലാ ഫുതിഹത് ലഹു അബ്വാബുൽ ജന്നത്തി സമാനിയ യദ്ഖുലു മിൻ അയ്യിഹാ ശാഅ. 8 കവാടങ്ങളും അവന്റെ മുമ്പിൽ മലർക്കെ തുറക്കപ്പെടും, ഏതിലൂടെയും അവന് പ്രവേശനമുണ്ടാകും എന്ന്. ഇപ്പറഞ്ഞ എല്ലാ കാര്യങ്ങളും ഉൾക്കൊള്ളുന്ന തൗഹീദിന്റെ വചനമാണത്. കേവലം മനസ്സിൽ തട്ടാതെയുള്ള അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അല്ലാതെ ആ കൃത്യമായ തൗഹീദിന്റെ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന തൗഹീദിന്റെയും ഇത്തിബാഉർ റസൂലിന്റെയും ആശയങ്ങളിൽ മുറുകെ പിടിച്ചുകൊണ്ട് ജീവിതത്തിൽ അതിൽ നിന്ന് അണുകിട വ്യതിചലിക്കാതെ കൃത്യവും വ്യക്തവും സ്പഷ്ടവുമായി നിലക്ക് തഖ്വയോടെ ജീവിച്ച ആളുകൾക്ക് 8 കവാടങ്ങളിലൂടെയും പ്രവേശനമുണ്ടെന്ന സന്തോഷ വാർത്തയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇതിലൂടെ അറിയിക്കുന്നത്. വുളൂ എടുത്തു കഴിഞ്ഞാൽ ഈ ദിക്ർ പോലും ഉരുവിടാൻ അറിയാത്ത എത്ര ആളുകൾ ഈ പള്ളിയിലുണ്ട്, നമ്മുടെ കൂട്ടത്തിലുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇനി ഉണ്ടെങ്കിൽ തന്നെ അത് മറന്നു പോകുന്ന എത്ര ആളുകളുണ്ട്. ഇനി പാരായണം ചെയ്യുന്നുവെങ്കിൽ തന്നെ, ചൊല്ലി തീർക്കുന്നുണ്ടെങ്കിൽ തന്നെ അതിന്റെ ആശയങ്ങൾ മനസ്സിൽ തട്ടാതെ കേവലം മധുര വ്യായാമങ്ങളായി മാറുന്ന ദിക്റുകളുടെ ആളുകൾ എത്ര പേർ നമ്മുടെ കൂട്ടത്തിലുണ്ട് എന്നൊക്കെ നമ്മൾ ഈ അവസരത്തിലെങ്കിലും ഒന്ന് ആലോചിക്കണം. മനസ്സിൽ തട്ടാതെയുള്ള, മനസ്സറിയാതെയുള്ള ദിക്റുകൾക്ക് വലിയ മൂല്യമൊന്നും പരലോകത്ത് ചെന്നാൽ ഉണ്ടാവുകയില്ല. അതുകൊണ്ടാണ് 8 കവാടങ്ങളിലൂടെയും പ്രവേശിപ്പിക്കപ്പെടാൻ സാധ്യതയുള്ളവരെ പറഞ്ഞപ്പോൾ വുളൂ എടുത്തു കഴിഞ്ഞിട്ട് ഈ ദിക്ർ പറയുന്നത് അതവന്റെ ആദർശമാണ്. അവന്റെ ജീവിതത്തിൽ അവൻ ജീവനേക്കാൾ സ്നേഹിക്കുന്ന, അവൻ ഏറ്റവും കൂടുതൽ അവൻ സ്നേഹിക്കുന്ന അവന്റെ തൗഹീദിന്റെ ആദർശമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ എല്ലാ അർത്ഥത്തിലും ഞാൻ സ്വീകരിക്കുന്നു, അവിടുത്തെ ചോദ്യം ചെയ്യാതെ അവിടുന്ന് പറഞ്ഞത് മുഴുവനും ഞാൻ അംഗീകരിക്കുവാൻ സന്നദ്ധനാണെന്ന യഥാർത്ഥമായ ഇത്തിബാഉർ റസൂലിന്റെ ആശയത്തിന്റെ പ്രഖ്യാപനമാണ് ആ ദിക്ർ. അതൊക്കെ ജീവിതത്തിന്റെ ഭാഗമാക്കിയവർക്കാണ് 8 കവാടങ്ങളിലൂടെയും സ്വർഗപ്രവേശനം ലഭിക്കപ്പെടുന്നത് എന്ന് ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കണം. മാത്രമല്ല അല്ലാഹു പരിശുദ്ധ ഖുർആനിലൂടെ തന്നെയും നമുക്ക് പഠിപ്പിച്ചിരുന്നു, വയുദ്ഖിലുഹുമുൽ ജന്ന അർറഫഹാ ലഹും. സ്വർഗത്തിൽ പ്രവേശിപ്പിക്കപ്പെടുന്ന ഈ വിശ്വാസികൾ, അവർക്ക് സ്വർഗത്തിൽ ഒരുക്കി വെച്ചിട്ടുള്ള വീട് അവർക്കത് കൃത്യമായി നേരത്തെ പരിചയപ്പെടുത്തപ്പെട്ട വിധമുണ്ടാകും. അതിന്റെ വ്യാഖ്യാനം ബുഖാരിയിൽ നമുക്ക് കാണാം. അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞു, വല്ലദീ നഫ്സു മുഹമ്മദിൻ ബിയദിഹി, മുഹമ്മദിന്റെ ആത്മാവ് ആരുടെ കയ്യിലാണോ ആ അല്ലാഹുവിനെ തന്നെ സത്യം ചെയ്തുകൊണ്ട് ഞാൻ നിങ്ങളെ അറിയിക്കട്ടെയോ, ലാഹദുഹും ബിമസ്കനിഹി ഫിൽ ജന്ന. നിങ്ങളിൽ ഒരാളുടെ ഓരോരുത്തരും സ്വർഗത്തിൽ പ്രവേശിക്കുമ്പോൾ സ്വർഗത്തിൽ അവന് വേണ്ടി തീർത്തിട്ടുള്ള ആ മണിമാളിക അതവന് അറിയും. അദല്ലു ബിമൻസിലിഹി കാന ഫിദ്ദുനിയ, ദുന്യാവിലെ അവന്റെ വീട് അവന് എത്രത്തോളം അറിയാൻ കഴിയുമോ അതിനേക്കാൾ സ്വർഗത്തിലുള്ള അവന്റെ വീട് വഴിതെറ്റാതെ അവൻ അതിലേക്ക് കടന്നു കയറുമെന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഓരോ വിശ്വാസിക്കും അത് അവന്റെ മനസ്സിൽ ഇൽഹാമായി നൽകപ്പെടുന്നു എന്നൊക്കെ അതിന് വ്യാഖ്യാനങ്ങൾ എഴുതി വെച്ചതായി കാണുവാൻ സാധിക്കും. മാത്രമല്ല സഹോദരങ്ങളെ, ഈ സ്വർഗീയമായ കവാടങ്ങളെ സംബന്ധിച്ചു പറഞ്ഞിടത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഓരോ കവാടത്തിൻ്റെയും വിശാലത വിവരിക്കുന്ന ഹദീസുകളിൽ നമുക്ക് കാണാൻ സാധിക്കും. അതിൻ്റെ ഒരു കട്ടിളപ്പടിയിൽ അടുത്ത കട്ടിളപ്പടിക്കിടക്കുള്ള അതിൻ്റെ വിശാലത എത്രയാണ്, ഓരോ വാതിലിൻ്റെയും വിശാലത എത്രയാണ്. മസീറത്തു 40 സന, 40 കൊല്ലത്തെ വഴിദൂരം. 40 കൊല്ലത്തെ വഴിദൂരം എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത്. അതിൻ്റെ ഒരു ഭാഗത്ത് നിന്ന് അടുത്ത കവാടത്തിൻ്റെ വിശാലത പറയുകയാണ്. ആ പ്രവേശിക്കുന്ന കവാടത്തിന്റെ വിശാലത 40 കൊല്ലം യാത്ര ചെയ്താലെത്തുന്ന ദൂരമാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നാലും വലയതിയന്ന അലൈഹാ യൗമുൻ വഹുവ കളീലുൻ മിനസ്സിഹാം, അതിൻ്റെ അടുക്കൽ വമ്പിച്ച തിക്കും തിരക്കും കൂട്ടുന്ന ഒരു ദിവസം വരിക തന്നെ ചെയ്യും. അതീവ തിക്കും തിരക്കും കൂട്ടിയിട്ട് ഞെരുങ്ങിയിട്ടാണ് അതിൻ്റെ അകത്തേക്ക് ആളുകൾ പ്രവേശിക്കുക. അങ്ങനത്തെ ഒരു ദിവസം വരുമെന്ന് വിശ്വാസികൾ അതിലേക്ക് കുതിച്ച് തള്ളി തിക്കി കയറുന്ന ഒരു ദിനം വരുന്നു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാം അവരിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. വ ഇന്നമാ തുവഫൗന ഉജൂറക്കും യൗമൽ ഖിയാമ, നമ്മുടെ ഏതേത് കർമ്മങ്ങളും
അതിൻ്റെയൊക്കെ സമ്പൂർണമായ പ്രതിഫലം നമുക്ക് നൽകപ്പെടുന്ന, അതിനെക്കുറിച്ച് നമുക്ക് അറിവ് ഈ ലോകത്ത് വെച്ചില്ല. അതറിയിക്കപ്പെടുന്ന ദിനം പരലോകം മാത്രമാണ്. ഫമൻ സുഹ്സിഹ അനിന്നാർ, ആര് നരകത്തിയിൽ നിന്ന് അകറ്റപ്പെടുകയും വഉദ്ഖിലൽ ജന്ന, സ്വർഗത്തിൽ പ്രവേശിപ്പിക്കപ്പെടുകയും ചെയ്യുന്നുവോ, ഫഖദ് ഫാസ, അവൻ മാത്രമാണ് വിജയം വരിച്ചവൻ. വമൽ ഹയാത്തുദ് ദുനിയ ഇല്ലാ മതാഉൽ ഗുറൂർ, ഐഹിക ജീവിതം വഞ്ചനയുടെ ജീവിതമാണ്, വഞ്ചനയുടെ വിഭവങ്ങളാണ്, നമ്മെ ചതിക്കുകയാണ്, നമ്മെ അത് പ്രലോഭിപ്പിക്കുകയാണ്. വീണുപോകരുത്, സ്വർഗം മറക്കരുത്, റബ്ബിനെ മറക്കരുത്, നിയമങ്ങളെ കാറ്റിൽ പറത്തരുത്. റഹ്മാനായ റബ്ബ് എല്ലാ അർത്ഥത്തിലും അവനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കുന്ന സജ്ജനങ്ങളിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തുകയും പാപങ്ങളെല്ലാം പുറത്തു തന്ന് നമ്മെ അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ വഅസ്തഗ്ഫിറുല്ലാഹ ലീ വലക്കും ഫസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹി വഹ്ദഹു വസ്സലാത്തു വസ്സലാമു അലാ മൻ ലാ നബിയ്യ ബഅദഹു വഅലാ ആലിഹി വസഹ്ബിഹി വമൻ തബിഅ ഹദിയ. അമ്മാ ബഅദ് ഫഊസീകും ഇബാദല്ലാഹ് വനഫ്സി ബിത്തഖ്വല്ലാഹ്. അല്ലാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണേ. ഒരിക്കൽ കൂടി എന്നെയും നിങ്ങൾ ഓരോരുത്തരെയും ഓർമ്മപ്പെടുത്തുകയാണ്. റബ്ബ് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, സ്വർഗകവാടങ്ങളെ സംബന്ധിച്ചു പറഞ്ഞിടത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേകം എടുത്തു പറഞ്ഞു, അൽ വാലിദു ഔസതു അബ്വാബിൽ ജന്ന, സ്വർഗകവാടങ്ങളിലെ മധ്യ കവാടമാണ് മാതാപിതാക്കൾ. ആ മാതാപിതാക്കളാകുന്ന കവാടത്തിലൂടെ നിനക്ക് സ്വർഗത്തിലെത്താൻ സാധിക്കണമെങ്കിൽ ഫഇൻ ശിഅത ഫഅളിഅ ദാലികൽ ബാബ അവ ഇഹ്ഫളുഹു, നിനക്ക് വേണമെങ്കിൽ അതിനെ നഷ്ടപ്പെടുത്താം, ഉദ്ദേശിക്കുന്നുവെങ്കിൽ നിനക്കത് നിലനിർത്താം. വളരെ ഗൗരവത്തോടെയുള്ള ഒരു വാക്കാണത്. മാതാപിതാക്കളുടെ കാര്യത്തിൽ എല്ലാം ഓക്കെയാണ്, പക്ഷേ മാതാപിതാക്കളുടെ കാര്യത്തിൽ ശ്രദ്ധിക്കാത്ത മക്കൾ, അവരെ അനുസരിക്കാത്ത മക്കൾ, അവരെ വേദനിപ്പിക്കുന്ന മക്കൾ, അവരെ കരയിപ്പിക്കുന്ന മക്കൾ, അവരെ അവഗണിക്കുന്ന മക്കൾ, അവരെ കഷ്ടപ്പെടുത്തുന്ന മക്കൾ, അവരോട് കയർത്ത് സംസാരിക്കുന്ന മക്കൾ, അവരോട് ഒച്ചയിട്ട് സംസാരിക്കുന്ന മക്കൾ, അവരെ വിരട്ടുന്ന മക്കൾ, അവരെ പരിഹസിക്കുന്ന മക്കൾ ആരൊക്കെയുണ്ടോ, ഒരു രൂപത്തിലും പരലോക കോടതിയിൽ രക്ഷപ്പെടാനാവില്ല. അതുകൊണ്ട് ഒരു താക്കീത് സ്വരത്തിലാണ് നബി തങ്ങൾ പറയുന്നത്, ആ വാതിൽ നിനക്ക് വേണമെങ്കിൽ നിലനിർത്താം, ഇല്ലെങ്കിൽ ഒഴിവാക്കിക്കോ. അത് ഒഴിവാക്കിക്കോളാമുള്ള ഓപ്ഷൻ തന്നതല്ല, ഗൗരവത്തിൻ്റെ സ്വരമാണത്, താക്കീതിൻ്റെ ശബ്ദമാണത് എന്ന് നമ്മൾ ഈ അവസരത്തിൽ തിരിച്ചറിയണം. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ അർത്ഥത്തിലും ജന്നാത്തു അദ്ൻ, ശാശ്വതത്വത്തിൻ്റെ സ്വർഗങ്ങൾ, യദ്ഖുലൂനഹ, ആ സ്വർഗത്തിലേക്ക് പ്രവേശിക്കുന്നത് ആരൊക്കെയാണ്? നമ്മൾ പ്രവേശിക്കുന്നു. നാം നല്ല ഗുണോപദേശങ്ങൾ നൽകി, ഉപദേശ നിർദ്ദേശങ്ങൾ നൽകിയ ആ നിലയ്ക്ക് ഈമാനുള്ള നമ്മുടെ മക്കൾ കൂടെ ഉണ്ടാവണം, ഇണകൾ ഉണ്ടാകണം. അതിന് ഭാര്യാഭർത്താക്കന്മാരുടെ കടമകൾ അവർ നിർവഹിക്കണം. ഇസ്ലാമികമായ എല്ലാ അച്ചടക്കങ്ങളും അവരുടെ ജീവിതത്തിൽ അവർ പാലിക്കണം. എല്ലാ അർത്ഥത്തിലും മക്കൾക്കുള്ള തർബിയത്ത് നൽകണം. വീഴ്ച വരുത്തിയാൽ വേറെ വേറെയായിരിക്കും. അതുകൊണ്ട് തന്നെ ഒരുമിച്ച് സ്വർഗത്തിൽ കടക്കുന്നവരിലാണ് ഉൾപ്പെടാനാണ് നമ്മൾ ഈ മാസത്തിൽ പ്രാർത്ഥിക്കേണ്ടത്. അതാർക്ക് ലഭിക്കും? അമൻ സലഹ മിൻ ആബായിഹിം, മാതാപിതാക്കളിൽ നിന്ന് നല്ലവര് കൂടെയുണ്ടാകും. വഅസ്വാജിഹിം, ഇണകൾ നല്ലവരാണോ കൂടെയുണ്ടാകും. വദുരിയാതിഹിം, മക്കള് പേരമക്കൾ ആരൊക്കെയുണ്ടോ നല്ലവരാണോ അവര് കൂടെയുണ്ടാകും. അങ്ങനെയുള്ളവരിലേക്ക് വൽ മലായികതു യദ്ഖുലൂന അലൈഹിം മിൻ കുല്ലി ബാബ്, എല്ലാ കവാടങ്ങളിലൂടെയും മലക്കുകൾ പ്രവേശിച്ചുകൊണ്ട് അവർക്ക് ഇങ്ങനെ ആശീർവാദം അർപ്പിച്ചുകൊണ്ടേയിരിക്കും. സലാമുൻ അലൈക്കും, നിങ്ങൾക്ക് ശാന്തി, നിങ്ങൾക്ക് സമാധാനം എന്നിങ്ങനെ മലായിക്കത്തുകളുടെ ആശീർവാദങ്ങൾ ഈ കുടുംബങ്ങൾക്ക് ഒന്നിച്ചൊന്നിച്ചവർക്ക് കിട്ടും. സലാമുൻ അലൈക്കും ബിമാ സബർത്തും, നിങ്ങൾ സഹിച്ചവരാണ്, സഹിച്ചതുകൊണ്ടാണ് നിങ്ങൾ സ്വർഗത്തിലെത്തിയത്. ഫനിഅമ ഉഖബദ്ദാർ, അതെത്ര മനോഹരമായ എത്തിച്ചേരാനുള്ള അങ്ങേയറ്റത്തെ അന്തിമ കേന്ദ്രമാണത്. വിശുദ്ധ ഖുർആനിൻ്റെ ആ വചനങ്ങൾ നെഞ്ചേറ്റിക്കൊണ്ട് നമ്മളും നമ്മുടെ കുടുംബവും കൂടെ സ്വർഗത്തിലുണ്ടാകണമെന്ന ലക്ഷ്യത്തെ മുൻനിർത്തിക്കൊണ്ട് ഓരോ രക്ഷിതാക്കളും അവരവർക്ക് ചെയ്യേണ്ട കടമകളും കടപ്പാടുകളും ബാധ്യതകളുമൊക്കെ കൃത്യമായി നിർവഹിക്കുവാൻ, വിശിഷ്യ ജന്നത്തിൻ്റെ കവാടങ്ങൾ തുറന്നു വെക്കപ്പെടുന്ന ഈ മാസത്തിൽ ഏറെ ജാഗ്രത കാണിക്കുക, ശ്രദ്ധാലുക്കളാവുക. റഹ്മാനായ റബ്ബ് സ്വർഗത്തിൽ പ്രവേശിപ്പിക്കപ്പെടുന്ന ഭാഗ്യവാന്മാരിൽ
നമ്മെ ഓരോരുത്തരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ നോമ്പും നമ്മുടെ നമസ്കാരവും ഖുർആൻ പാരായണവും സദഖകളും എല്ലാ കർമ്മങ്ങളും കേടുപാടുകൾ തീർത്തുകൊണ്ട് റഹ്മാനായ റബ്ബ് കബൂൽ ചെയ്യുമാറാകട്ടെ. മാരക രോഗങ്ങളിൽ നിന്ന് നമ്മയെല്ലാം കാത്തുരക്ഷിക്കുമാറാകട്ടെ. നമ്മിലെ രോഗികൾക്ക് അവൻ ശിഫ നൽകുമാറാകട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടവർക്ക് അല്ലാഹു മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി വഖാദിൽ ഹാജാത്ത്. അല്ലാഹുമ്മ അഇസ്സൽ ഇസ്ലാമ വൽ മുസ്ലിമീൻ വഅദില്ല അശ്ശിർക വൽ മുശ്രികീൻ. അല്ലാഹുമ്മ അജിർനാ വഅജിർ വാലിദീനാ മിനൻ നാർ. അല്ലാഹുമ്മ ഇജ്അൽ ഹാദൽ ബലദ ആമിനൻ മുത്മഇന്നാ وسائر بلاد العالمين. ربنا اغفر لنا ذنوبنا وكفر عنا سيئاتنا وتوفنا مع الأبرار والحمد لله رب العالمين.